നമസ്കാരം. സത്യം പറഞ്ഞാൽ ഈ CPM എന്ന സംഘത്തെ ക്രിമിനൽ സംഘമായി പ്രഖ്യാപിക്കണം. കാരണം നാട്ടിൽ നടക്കുന്ന മിക്ക പ്രശ്നങ്ങളിലും ഇവന്മാർക്ക് പങ്കുണ്ടായിരിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതിരുന്ന ഒരു കേരളത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ഇപ്പോഴുള്ളതിൻ്റെ 4-1 പ്രശ്നങ്ങൾ പോലും ഇവിടെ ഉണ്ടാകില്ല. കാരണം ഇവിടെ നടക്കുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളിലും CPMകാർക്ക് എന്തെങ്കിലും ഒരു പങ്കുണ്ടായിരിക്കും. ചുക്കില്ലാത്ത കഷായമില്ല എന്ന് പറയുന്നത് പോലെ കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചരിത്രം മാത്രം പരിശോധിച്ചാൽ മതി. ഓരോ CPMകാരൻ കൊല്ലപ്പെടുന്നതിന് മുൻപും മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകൻ കൊല്ലപ്പെട്ടിരിക്കും. അതിൽ പ്രതിസ്ഥാനത്ത് CPMകാരായിരിക്കും. സ്വയം രക്ഷയ്ക്കോ പകരത്തിന് പകരമായിട്ടോ ആണ് ഓരോ CPMകാരനും കൊലക്കത്തിക്ക് ഇരയായിട്ടുള്ളത്. തീർത്തും സങ്കടകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഇനി കഷ്ടിച്ച് 10 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നാണം കെട്ട് തൊലിയുരിഞ്ഞ് ശരീരത്തിൽ 1 ഇഞ്ച് തുണിയില്ലാതെ, എന്തിന് നൂൽബന്ധം പോലുമില്ലാത്ത അവസ്ഥയിലാണ് പാർട്ടിയും സർക്കാരും. പക്ഷേ ഈ പൊട്ടന്മാർക്ക് അതിപ്പോഴും മനസ്സിലായിട്ടില്ല. കയ്യൂക്കും ഭീഷണിയും കൊണ്ട് കാര്യം നേടാമെന്നാണ് ഇപ്പോഴും ഇവന്മാരുടെ ചിന്ത. ജനങ്ങൾ സഹികെട്ടിരിക്കുകയാണെന്നുള്ള കാര്യം ഇപ്പോഴും ഇവർക്ക് മനസ്സിലായിട്ടില്ല. ഇനി ജനങ്ങൾ കൈവയ്ക്കും. ആ അവസ്ഥയിലാണ് കാര്യങ്ങളുടെ പോക്ക്. പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന് UDFിൻ്റെ പിന്തുണയോടെ തളിപ്പറമ്പിൽ സ്വതന്ത്രനായി മത്സരിക്കുകയാണ് മുൻ CPM നേതാവ് TK ഗോവിന്ദൻ. പാർട്ടി സെക്രട്ടറിയായ MV ഗോവിന്ദൻ്റെ ഭാര്യയും ആത്മഹത്യ ചെയ്ത ആന്തൂരിലെ വ്യവസായി പാറയിൽ സാജൻ്റെ മരണത്തിൽ ആരോപണ വിധേയയുമായ PK ശ്യാമളയെ മത്സരിപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് TK ഗോവിന്ദൻ പാർട്ടി വിട്ടത്. അദ്ദേഹത്തിൻ്റെ പ്രചാരണം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ TK ഗോവിന്ദൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ LED വാഹനം മലപ്പട്ടം സെൻട്രലിൽ വെച്ച് CPM ഗുണ്ടകൾ തടഞ്ഞ് ആക്രമിച്ചു. TK ഗോവിന്ദൻ്റെ പ്രചാരണ വാഹനം ആക്രമിക്കുക മാത്രമല്ല, ധർമ്മടത്ത് വിജയനെതിരായി മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി VP അബ്ദുൾ റഷീദിനെ കയ്യേറ്റം ചെയ്യാനും CPM ഗുണ്ടകൾ ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രചാരണ വാഹനം ആക്രമിക്കുകയും ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്, ഇത്രയുമായിട്ടും ഇവറ്റകൾ പഠിച്ചിട്ടില്ല എന്ന്. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ അക്രമം കാണിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം SFI ആണ്. ഏറ്റവും കൂടുതൽ ഗുണ്ടായിസവും ഭീഷണിയും കൊണ്ട് നടക്കുന്നത് CPMകാരും DYFIക്കാരുമാണ്. നോക്കുകൂലി വാങ്ങുന്നവനും കൊടുക്കാത്തവരോട് ക്രൂരമായി പെരുമാറുകയും ചെയ്യുന്നത് CITUകാരാണ്. ഇവിടെ എത്രയോ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും യുവജന പ്രസ്ഥാനങ്ങളും തൊഴിലാളി പ്രസ്ഥാനങ്ങളും ഒക്കെയുണ്ട്. പക്ഷേ ഇവരെ പോലെ അക്രമകാരികൾ മറ്റാരെങ്കിലും ഉണ്ടോ? ഇവരൊക്കെ പാഠമാക്കുന്നത് പിണറായി വിജയനെ പോലെയുള്ള നേതാക്കളെയാണ്. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കുകയാണ്. മോഹൻലാലിനെയും പ്രമുഖ ചാനൽ അവതാരകരെയും ഒക്കെ കൊണ്ട് ഇൻ്റർവ്യൂ എടുപ്പിച്ച് പഞ്ചപാവം പരിവേഷം തരപ്പെടുത്തി 3ാം വട്ടം അധികാരത്തിൽ വരാൻ പെടാപ്പാട് വിടുന്ന പിണറായി വിജയൻ്റെ പുറംപൂച്ച് പൊളിയുന്നത് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇനി ദൈവം തമ്പുരാൻ വിചാരിച്ചാലും പിണറായി വിജയൻ മാറാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കി തരികയാണ് പിണറായി വിജയൻ തന്നെ. അതുപോലെയാണ് CPMകാരും DYFIക്കാരും SFIക്കാരും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. അവരൊരിക്കലും മാറില്ല. മാറാൻ അവർക്ക് കഴിയില്ല. തെമ്മാടിത്തരം ചെയ്താൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും സംരക്ഷിക്കില്ല. പക്ഷേ എന്ത് കൊള്ളരുതായ്മകളും ചെയ്തിട്ട് CPMൽ ചെന്നോളൂ, 2 കൈയും നീട്ടി അവർ സ്വീകരിക്കും. തെമ്മാടിത്തരങ്ങൾ ചെയ്യുന്നതാണ് അവരുടെ പാർട്ടിയിൽ പദവികൾ കിട്ടാനുള്ള യോഗ്യത. വാടിക്കൽ രാമകൃഷ്ണൻ വധക്കേസിലെ 1ാം പ്രതി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി. 2 പീഡനക്കേസിൽപ്പെട്ട് പാർട്ടിയിൽ നിന്ന് പുറത്തായ P ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി. പീഡനക്കേസിൽപ്പെട്ട മുകേഷും PTK മുഹമ്മദുമൊക്കെ ഇപ്പോഴും പാർട്ടിയിൽ തന്നെയുണ്ട്. 2 വധശ്രമം ഉൾപ്പെടെ 42ഓളം ക്രിമിനൽ കേസുകളിലെ പ്രതിയായ PM ആർഷോ SFIയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. ഒരു വ്യവസായിയുടെ മരണത്തിൽ ആരോപണ വിധേയയായ PK ശ്യാമള ഇപ്പോൾ തളിപ്പറമ്പ് മണ്ഡലത്തിൽ മത്സരിക്കുന്നു. ധനരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിയ TI മധുസൂദനൻ പയ്യന്നൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്നു. തേൻകണിയിൽപ്പെട്ട AK ശശീന്ദ്രനും പെണ്ണുകേസിൽപ്പെട്ട KB ഗണേഷ് കുമാറും ഇപ്പോഴും മുന്നണിയുടെ ഭാഗമാണ്. ചാലക്കുടിയിൽ നടുറോഡിലിട്ട് പോലീസ് വാഹനം തല്ലിത്തകർത്ത നിതിൻ പുല്ലൻ ഇപ്പോൾ നഗരസഭാ കൗൺസിലറാണ്. അപ്പോൾ ഇതാണ് പാർട്ടി. മറ്റുള്ളവരുടെ പ്രചാരണ വാഹനം തല്ലിത്തകർക്കാനും മറ്റുള്ളവരെ കയ്യേറ്റം ചെയ്യാനും കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വകാര്യ സ്വത്തല്ല കേരളം. ഇനി ജനങ്ങൾ പ്രതികരിച്ചെന്നു വരും. അത് താങ്ങാനുള്ള ശേഷി ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടാകില്ലെന്ന് കമ്മികൾ മനസ്സിലാക്കുക. മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് തന്നെ നല്ലത്. പിന്നെ ഇതൊക്കെ കേരളത്തിലെ വോട്ടർമാർക്കുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഇനി ഒരിക്കൽ കൂടി ഇടതുപക്ഷത്തിന് അധികാരം കിട്ടിയാൽ അതോടെ തീരും കേരളത്തിലെ ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള സാധാരണക്കാരൻ്റെ ജീവിതം. അതിൻ്റെ തെളിവാണ് ഇന്നലെ തളിപ്പറമ്പിലും ധർമ്മടത്തും കണ്ടത്.